ഒരു ബന്ധവുമില്ല എന്റെ പൊന്നേടി. നീ ഇങ്ങനെ പറയില്ലേ? എല്ലാവർക്കും അറിയാലോ, എല്ലാവർക്കും അറിയാലോ. ഈ വിഷ്ണുവായിട്ടുള്ള എല്ലാവർക്കും അറിയായിരുന്നല്ലോ. കോളേജ് മൊത്തമായിട്ട് 8 നവംബറിൽ തുടങ്ങിയല്ലേ നീ? നവംബർ 14 അല്ലേ? ആ അങ്ങനെ കണ്ട്. അയ്യോടാ, നീ അവനെ ഉമ്മ വെച്ചോ, കിസ് ചെയ്തോ, ഫ്രണ്ട് അടിച്ചിട്ടുണ്ടോ? അവന് തന്നെ എണ്ണമില്ലെന്ന് അവൻ പറഞ്ഞു. കണക്കില്ലെന്ന്. നിന്റെ അക്കൗണ്ടിൽ ആതിര മോൾ ആരാണെന്ന് അറിയൂലെന്നാ പറഞ്ഞേ. ആതിര ഫോണെ സേവ് ചെയ്തിരുന്നത് ആതിര. അവന്മാരോ എല്ലാരും പറയുന്ന ആതിര. ആ എല്ലാം ഊമ്പി നിന്റെ എല്ലാ കള്ളക്കളയും പിടിച്ചിവിടെ. നീ സത്യം പറയടി, നീ ബാംഗ്ലൂർ ആരായിരുന്നു? മറ്റേ അതിരമ്പുഴയുള്ള ആരായിരുന്നു റൂമിൽ പോയത്? എടി നീ പോയില്ലേ? എടി ഫോട്ടോ നിനക്ക് കാണണോ? ഫോട്ടോ നിന്റെ പപ്പേനെ ഞാൻ നാളെ കാണിക്കുന്നത്. നീയും കൂടെ കൂടെ വന്ന് നിന്നുണ്ടോ? ഫോട്ടോ കാണണോ നിനക്ക്? ഫോട്ടോ കാണണോ? വെറുതെ തോന്നലുണ്ടോ പൊന്നെ അപ്പൂസെ നിനക്ക്? തോന്നലുണ്ടോ നിനക്ക്? നീ ഉള്ളതുള്ളതെന്ന് പറഞ്ഞു. ഞാൻ ആരുടെയും കൂടെ റൂമിലൊന്നും പോയിട്ടൊന്നുമില്ല. നിങ്ങൾ എന്നെ ചുമ്മാ അനാവശ്യമൊക്കെ പറയുന്നേ. ഞങ്ങനാവശ്യമാണോ പറയണ? വിഷ്ണുവായിട്ട് നീ കിസ് അടിച്ചിട്ടൊന്നുമില്ല? കിസ് അടിച്ചിട്ടില്ലേ? ഇല്ല. പറയടി, പാവത്തി പിടിക്കാ. അല്ലെങ്കിൽ ഇപ്പം കേറി വരും അങ്ങോട്ട്. ഞങ്ങൾ ഏറ്റുമാരുണ്ട്, തെളിവായിട്ടുണ്ട്. ഇപ്പൊ ഈ നൈറ്റ് വന്നു കഴിഞ്ഞാൽ വെറുതെ കലാപാകത്തുള്ളൂ. അത് ഓർത്തിട്ടാണ് ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. എന്നാ ചെയ്യണമെന്ന് ഓർത്ത്. ഉള്ള കാര്യം ഉള്ള പോലെ പറഞ്ഞു. കിസ് അടിച്ചിട്ടുണ്ട്. ആ എത്ര വട്ടം? 2 തവണ വല്ലതും കൊടുത്തു. അയ്യോ കൊടുത്ത് കാണൂ. അവൻ കണക്കില്ലെന്നുള്ള പറഞ്ഞേ. ആ എത്ര മാസം? 8 മാസോ? നിനക്കൊരു നാണോ ഉളുപ്പില്ലേടി പൂറി? 8 മാസം ആയിട്ടില്ല എന്റെ പൊന്നെ. 8 മാസം വരും. ഞങ്ങൾ തെളിവ് കാണിച്ചായിരുന്നു നിനക്ക് പൊന്നെ. നിന്റെ മറ്റേ വിഷ്ണു ഏട്ടനില്ലേ? എന്റെ വിഷ്ണു ഏട്ടനെ വിളിക്കാൻ അവന് കളിച്ചൊന്നും പ്രശ്നമല്ല. അവന് കളിച്ചൊന്നും പ്രശ്നമല്ല. അയച്ചു കൊടുത്തിട്ടുണ്ട്. കൂടെ മുമ്പിക്കാൻ നാണമില്ല അപ്പൂസെ. ഒരേ മട ഇപ്പം പറയുവാണെങ്കിൽ നിനക്ക് നല്ലതാ. ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പൊ നീ ഉള്ള കാര്യം പറഞ്ഞു വരുവാണെങ്കിൽ ഞങ്ങള് പോസ്റ്റ് ഇടാൻ വേണ്ടി ഇരിക്കും. എല്ലാ സാധനവും വിച്ചുവിനെ അപ്പൂവിനെ മറ്റേ റോബോട്ടോ എല്ലാം ബ്ലറാക്കിയിട്ട് സാധനം ഇടാൻ വേണ്ടി ഇരിക്കുക. പിന്നെ ബാംഗ്ലൂർ റൂമിലെ ഫോട്ടോ എല്ലാം കറക്റ്റ് കാര്യം ഇവിടെ പറയുവാണെങ്കിൽ. എനിക്ക് അറിയത്തില്ല. റിദിനായിട്ട് അറിയില്ലേ? ഈ പാലക്കാട് മെസ്സേജ് അയച്ചിട്ടുള്ളത് എനിക്കറിയത്തില്ല. ഫോട്ടോ അടക്കം ഉണ്ടല്ലോ പാപ്പൂസിന്റെ. ഒരു ഫോട്ടോ അയച്ചു കൊടുത്തായിരുന്ന അപ്പൂസ്? പറ. ഇപ്പൊ അവൻ ആർമിയിലാ. എനിക്കറിയത്തില്ല. ഫോട്ടോയാ വെട്ടിക്കേറ്റിയതായിരിക്കും അല്ലേ? എല്ലാ സാധനവും ഇവിടെ കിട്ടി. നീ ഇനി അങ്ങനെ ഒന്നും സൂഹിക്കണ്ടായില്ല. നിന്റെ ബാംഗ്ലൂർ പടത്തം നിന്നടി. നീ പോകുന്നില്ല ബാംഗ്ലൂര്. ഞാനേ എന്നോട് ഡയലോഗ് അടിക്കുവാ. ഞാൻ 6 ലക്ഷം രൂപ കൊടുത്താ ഒന്നും പൈസയൊന്നുമല്ല. ഞാൻ 6 പേരായിട്ടാ ബന്ധം അവിടെ. അതിനെങ്ങനെയാ? ഇത്ര നേരം വൈകിട്ട് വരെ അപ്പൂസിന്റെ കാല് പിടിച്ച് ഇത്രയും പിറപ്പ് കാണിച്ച് ഈ പൂറിക്ക് ഒരു വാക്ക് പറഞ്ഞ പ്രശ്നം തീർക്കാനേ ഉള്ളായിരുന്നു അല്ലേ? അയ്യോ, അത് തീർക്കാൻ നന്നായി. അല്ലെ നമ്മൾ ഇതൊന്നും അറിയത്തില്ല. ഒരാളെ കഷ്ടപ്പെട്ട് അവിടെ നിന്ന് ഇവിടം വരെ. അതല്ല എല്ലാം കണ്ടുകൊണ്ടിരിക്കണ സെറ്റ് ആവണത് വേറെ ഗുണ. നിന്നെ പോലെയുള്ള ഗുണങ്ങളാണ് നീ കണ്ടുപിടിക്കണ. അത് സ്നേഹാമോള് വലിയ ഗുണ. നീ സ്നേഹമോളുടെ ഫോണിലായിരുന്നല്ലേ ഇവരെ വിളിച്ചോണ്ടിരുന്നത്? വിഷ്ണുമോനെ വിളിച്ചോണ്ടിരുന്നത്. ഇവൻ ട്രെയിൻ അവിടെ വന്നിറങ്ങിയപ്പോ നീ എന്റെ ഫോട്ടോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞല്ലേ? തൃശ്ശൂര് കയറി വന്നപ്പോഴേക്കും ഫോണിൽ ഡിലീറ്റ് ആക്കി കളഞ്ഞ്. എല്ലാ സാധനവും ഇവിടെ കിട്ടിയിട്ടുണ്ട്. നിനക്കെന്നെ വായിക്കാത്ത ഇപ്പൊ നാക്കില്ലേ? ഇതൊന്നും അല്ലായിരുന്നല്ലോ നിന്റെ ഡയലോഗും പറച്ചിലും കരച്ചിലും പിരിച്ചിലും. നിന്നെ അഭിനയിക്കാൻ പഠിപ്പിച്ച ആരാ? അതെ, ഫോളോവേഴ്സിന് ഊമ്പാൻ വേണ്ടി വന്ന്. അതാ വെറുതെ അക്കൗണ്ട് മേടിച്ചപ്പോഴേക്കും കണ്ണൊക്കെ നിറഞ്ഞ് കരയുന്നു. എന്നിട്ട് എന്നോട് നീ ആത്മാർത്ഥമായിട്ടാണോ എന്നെ സ്നേഹിച്ചത്?
എന്നാ ഡയലോഗ് അടി പൂരി നീ അടിക്കുന്നത്? നീ ആത്മാർത്ഥമായിട്ട് ഉണ്ടാക്കി തൊലിച്ചു. എത്ര പ്രാവശ്യം ഇതൊക്കെ അറിഞ്ഞിട്ട് ക്രൗഡ് കൂടെ വന്നടി? എത്ര പ്രാവശ്യം ചോദിച്ചു? നിനക്ക് എന്ത് കേസാ ഉള്ളത്? ബോക്സോ കളിയുടെ ഏ കളിയുടെ അതും കളിയാ? ഒന്നും മിണ്ടായില്ലേ ഇപ്പൊ? അതും കളി നിന്നെ കുറിച്ചൊരു ഒരു ഒരു ഇതുണ്ടായി. ഇതിനു മുമ്പേ നിന്നെ കുറിച്ചൊരു ടോക്ക് വന്നേന്ന്. ഇതിനു മുമ്പ് അതെന്നോട് ഇവന്മാര് പറഞ്ഞില്ല. ഞങ്ങ പറഞ്ഞില്ല. എന്തുകൊണ്ട്? ഞങ്ങക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് നിങ്ങളെ. ഞങ്ങ മായാവ് പറയണം അവനെ പൊക്കണം, അവനെ കൊടുക്കാന്ന് പറഞ്ഞ, അവനെ എങ്ങനെ വരത്താം നമുക്ക് പറഞ്ഞു. അവൻ പിന്നെ പോയിന്ന് പറഞ്ഞായിരുന്നു. എടി വാ തുറന്ന് പറ, നിന്റെ വായിക്കാത്ത എന്തി? അല്ല ഒരു കാര്യം നീ ആ പള്ളിയുടെ അങ്ങോട്ട് ഇറങ്ങി വാ. എന്റെ പൊന്നു മോനുവേനെ നീ വിളിക്കല്ലേ? മോനും ഒക്കെ കഴിഞ്ഞ് കേട്ടോ. അന്തസ് നീ വെടിയാണോ? വെടിയാണ് കളിച്ച് നടക്കുന്ന പൂറി. കാമഭ്രാന്താടി നിനക്ക്, കാമഭ്രാന്ത്. മര്യാദയില്ല അപ്പൂസെ. എന്തൊക്കെയായിരുന്നു പോട്ടി. കുറച്ചു നേരം വരെ ഞങ്ങ പറഞ്ഞോളൂ ഇതറിയുന്നതിന് മുന്നേ. അപ്പൂസ് പാവടാ, വരും പറയണ്ട അവളോട്. എടി നീ എന്ത് മയിരത്തിയാടി മയിര് പണ്ടാറങ്ങാനായിട്ട്. നിനക്ക് ഇതൊക്കെ കേട്ടിട്ട് നിനക്ക് എന്നാ തോന്നുന്നേ? നിനക്ക് ഇത് എതിർത്ത് പറയാൻ വല്ലതും ഉണ്ടോ? ചെയ്തിട്ടില്ലെന്ന്, ഒന്നും ചെയ്തിട്ടില്ലെന്ന് ന്യായീകരിക്കുവാ. എവിടെ സ്റ്റോക്ക് എവിടെയൊക്കെ എത്തിന്നറിയോ? എടി നിനക്ക് ലോകം ഇവിടെ മൊത്തം അറിയാലോ. നീ എന്ത് ചെയ്താലും ഇവിടെ അവിടെ മൊത്തം ടോക്ക് വരും. വന്ന് ഇവന്റെ ചവിട്ടി തന്നെ എത്തണം. ഞങ്ങളെ ചവിട്ടിൽ ഇപ്പൊ തന്നെ കോളേജ് മൊത്തം അറിഞ്ഞിട്ട് സാറിന മണിപ്പൂര് പിന്നെ വേറൊരുത്തനാ അങ്ങാട്ട് പോയി. അല്ല ഞാൻ പറയാം, അതല്ല ഞാൻ പറയട്ടെ, അതല്ലടാ ഇത് മറ്റേ ഞാന് അതിരമ്പുഴ ഉള്ളവന് അവിടെയുള്ള ഒരു പയ്യന്റെ പേര് പറഞ്ഞായിരുന്നല്ലോ. നീ ഇവനെ വിളിച്ചാ? ഗൂഗിളിൽ വിളിച്ചാ? എന്റെ ഫോണിൽ വിളി. നീ കേട്ടണേ, അതിരമ്പുഴ ഉള്ളവന്റെ പേര് കേട്ടണം. നിനക്കൊരു നാണോ ഉളുപ്പില്ലേ പൂരി? 8 മാസം ആയിട്ടില്ല എന്റെ പൊന്നേ. 8 മാസം ഞങ്ങൾ തെളിവ് കാണിച്ചായിരുന്നു എനിക്ക് പൊന്നേ. നിന്റെ മറ്റേ വിഷ്ണു ഏട്ടനില്ലേ? എന്റെ വിഷ്ണു ഏട്ടനെ വിളിക്കാൻ അപ്പു. അവന് കളിച്ചൊന്നും പ്രശ്നമല്ല. അവന് കളിച്ചൊന്നും പ്രശ്നമല്ല. അയച്ചു കൊടുത്തിട്ടുണ്ട്. കൂടെ മുമ്പിക്കാൻ നാണമില്ല അപ്പൂസേ. ഒരേ പടം ഇപ്പം പറയുവാണെങ്കിൽ നിനക്ക് നല്ലതാ. ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പൊ നീ ഉള്ള കാര്യം പറഞ്ഞു വരുവാണെങ്കിൽ ഞങ്ങള് പോസ്റ്റ് ഇടാൻ വേണ്ടി ഇരിക്കും. എല്ലാ സാധനവും വിച്ചുവിനെ അപ്പൂവിനെ മറ്റേ റോബോട്ടോ എല്ലാം ബ്ലറാക്കിയിട്ട് സാധനം ഇടാൻ വേണ്ടി ഇരിക്കുക. പിന്നെ ബാംഗ്ലൂർ റൂമിലെ ഫോട്ടോ എല്ലാം കറക്റ്റ് കാര്യം ഇവിടെ പറയുവാണെങ്കിൽ എനിക്ക് അറിയത്തില്ല. റിദിനായിട്ട് അറിയില്ലേ? ഈ പാലക്കാട് മെസ്സേജ് അയച്ചിട്ടുള്ളത് അയ്യോടാ. ഫോട്ടോ അടക്കം ഉണ്ടല്ലോ പാപ്പൂസിന്റെ. ഒരു ഫോട്ടോ അയച്ചു കൊടുത്തായിരുന്ന പാപ്പൂസ്? പറ. ഇപ്പൊ അവൻ ആർമിയില. എനിക്കറിയത്തില്ല. ഫോട്ടോയാ വെട്ടിക്കയറ്റിയതായിരിക്കും അല്ലേ? എല്ലാ സാധനവും ഇവിടെ കിട്ടി. നീ ഇനി അങ്ങനെ ഒന്നും സൂഹിക്കണ്ടായില്ല. നിന്റെ ബാംഗ്ലൂർ പടത്തം നിന്നടി. നീ പോകുന്നില്ല ബാംഗ്ലൂര്. ഞാനേ എന്നോട് ഡയലോഗ് അടിക്കുവാ. ഞാൻ 6 ലക്ഷം രൂപ കൊടുത്താ ഒന്നും പൈസയൊന്നുമല്ല. ഞാൻ 6 പേരായിട്ടാ ബന്ധം അവിടെ. അതിനെങ്ങനെയാ ഇത്ര നേരം വൈകിട്ട് വരെ അപ്പൂസിന്റെ കാല് പിടിച്ച് ഇത്രയും പിറപ്പ് കാണിച്ചു. ഈ പൂറിക്ക് ഒരു വാക്ക് പറഞ്ഞ പ്രശ്നം തീർക്കാനേ ഉള്ളായിരുന്നു അല്ലേ? അയ്യോ അത് തീർക്കാൻ നന്നായി. അല്ലെ നമ്മൾ ഇതൊന്നും അറിയത്തില്ല. ഒരാളെ കഷ്ടപ്പെട്ട് അവിടെ ഇവിടം വരെ അതല്ല എല്ലാം കണ്ടോണ്ടിരിക്കണ സെറ്റ് അവിടെ വേറെ ഗുണ. നീ നിന്നെ പോലെയുള്ള ഗുണങ്ങളാണ് നീ കണ്ടുപിടിക്കണ. അത് സ്നേഹാമോള് വലിയ ഗുണ. നീ സ്നേഹമോളുടെ ഫോണിലായിരുന്നല്ലേ ഇവനെ വിളിച്ചോണ്ടിരുന്നത്? വിഷ്ണു മോനെ